അതിൽ പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം പോലെ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം, നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കാവുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇതിന് അവസാനം വരെ കാണാം. ഇതിൽ ഈ 6ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ആരും മറന്നു പോകരുത്. പിന്നെ ഇത്തരം വീഡിയോകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അത് പുതുതായി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെ വിഷയം എന്താണ്, നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ. അതിലൊന്നാണ് വെയിറ്റ് കൺട്രോൾ. വെയിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, വെയിറ്റ് ലോസ് ആണ് ശരീരം കുറയുന്ന. വെയിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേറെ ടെക്നിക്കാണ്. അതായത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പടം, നമ്മൾ വെയിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വെയിറ്റ് പിന്നെ അത് കൂടാൻ പാടില്ല, വെയിറ്റ് കൺട്രോൾ ചെയ്ത് പോകണം. അതിൽ പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം പോലെ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി. ഇപ്പോൾ ജനുവരി 1-ാം തീയതി ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുക, അതുപോലെ ജനുവരി 15-ാം തീയതി ചെക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ മാസവും 1-2 തവണ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്ന ബെനിഫിറ്റ് ആണ് എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്യപ്പെടും. വെയിറ്റ് കൂടില്ല കുറയില്ല റേഞ്ചിലേക്ക് കൺട്രോൾ ചെയ്യപ്പെടും. മറ്റൊന്നാണ് ബെല്ലി ഫാറ്റ് റെഡ്യൂസ്. ഈ വീഡിയോ കേൾക്കുന്ന പലർക്കുള്ള പ്രശ്നം ബെല്ലി ഫാറ്റ്, കൊടവയറ്. വയറ് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും വയറ് ഭയങ്കര സൈസായിട്ടുണ്ടായിരിക്കും. വയറ് കൊണ്ട് ഇരിക്കാൻ പോലും അല്ലെങ്കിൽ നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ വയറ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യുക, ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യുക. എന്ത് ചെയ്യുക, ഒരു 2-3 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, പെട്ടെന്ന് റിസൾട്ട് വരില്ല. 2-3 മാസം കൊണ്ട് ചെറിയ രീതിയിൽ വരും. പക്ഷെ ഒരു 5-6 മാസം നല്ല രീതിയിൽ റിസൾട്ടുകൾ വരും. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റാണ് മോർ എനർജി. എനർജി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായിട്ടായിരിക്കും. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്ത് ജോലിയും ചെയ്യാൻ ഒരു റെഡിനെസ്, അല്ലെങ്കിൽ എന്തൊരു ഉഷാർ, ഒരു പവർ, അതാണ് എനർജി ലെവൽ വരാം. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ആളുകളാണ് എന്ത് ചെയ്യും, ഒരു മടുപ്പ്, അല്ലെങ്കിൽ ചില ആളുകളുണ്ടാവും രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഉറക്കം തുടങ്ങിയ അവസ്ഥ, അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്തു, അപ്പം നല്ല പവർ, തന്നെ എനർജി ലെവൽ നിങ്ങൾക്ക് കൂടും. പറഞ്ഞാൽ ബെറ്റർ മൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിയും ചെയ്യാൻ ഒരു മൂഡും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇങ്ങനെ മൂടി പുറത്ത് ഇരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വളഞ്ഞൂത്തിയോടെ ഇരിക്കും. അതൊരു ശരീരത്തിൻ്റെ ഒരു ഹോർമോൺ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു എനർജിയിലെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് നിങ്ങളെ മൂഡുകൾ മാറും, ഒരു ഹാപ്പി മൈൻഡ്സ്. പ്രത്യേകിച്ച് ഡെയിലി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഹോർമോണുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹാപ്പി ഹോർമോണുകൾ. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്താൽ ഈ ഹാപ്പി ഹോർമോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ജോലി ചെയ്യാൻ ഒരു മനസ്സിനും ശരീരത്തിൽ എപ്പോഴും ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്ട്രോങ് ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി, ചില ആളുകൾ ചില ബോഡിയൊക്കെ വളരെ വീക്കായിരിക്കും, നടക്കാൻ കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, പല സ്റ്റെപ്പ് കയറുമ്പോൾ കിതക്കുന്ന ഒരവസ്ഥയിലുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് നോക്ക്, നമ്മുടെ ബോഡിയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മാറും, മോർ എനർജറ്റിക് ആയിട്ട്, മോർ സ്ട്രോങ് നിങ്ങളുടെ ബോഡിയായിട്ട് മാറും. പിന്നെ മറ്റൊന്ന് ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി ആണ് നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂടും. ചില ആളുകൾക്കുണ്ടാകും ചിലപ്പോൾ മാസത്തിൽ 1-2 തവണ പനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇവരൊക്കെ പ്രശ്നം എന്താ, ഇമ്മ്യൂണിറ്റി ലെവൽ, അല്ലെങ്കിൽ അവരെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടാണ്. നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യും, എന്ത് ചെയ്യും, നിങ്ങളെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കൂടും. പിന്നെ കൺട്രോൾ ഡയബറ്റീസ്. അതായത് ഇത് കേൾക്കുന്ന പല ആളുകളും ഡയബറ്റിക് രോഗികളുണ്ടായിരിക്കാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹബ്ബാണ്, ഡയബറ്റീസിൻ്റെ ഹബ്ബാണ് എന്ത് ചെയ്യുക, കേരളം. അപ്പോൾ ഈ ഡയബറ്റിക് രോഗികൾ ശ്രദ്ധിക്കേണ്ടത്, അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, പിന്നെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുക ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഈ ഡയബറ്റിക് അത്ര അപകടം പിടിച്ച രോഗമൊന്നുമല്ല. നിങ്ങൾ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക, ഭക്ഷണം നിയന്ത്രിക്കുക, പിന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം. ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് വ്യായാമം ചെയ്യാം. ഇത് കേൾക്കുന്ന പല ആളുകൾക്കും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എക്സസൈസ് മടിയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അതെന്ത് ചെയ്യുക, ലോകത്തിൻ്റെ എവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ വിവരണം അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനും പല ഭാഗങ്ങളും എന്ത് ചെയ്യുക, അതിന് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമ്പർ കണക്ട് ചെയ്തോ സ്റ്റാഫ് നിങ്ങളെ നേരിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ ഡയബറ്റിക്കിൽ ഒരുപാട് ശമനം, അല്ലെങ്കിൽ അത് ഡയബറ്റിക്കിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊന്നാണ് റെഡ്യൂസ് സ്ട്രെസ്.
സ്ട്രെസ് കുറക്കുക. ഇപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ടെൻഷനുകൾ, അല്ലെങ്കിൽ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ മാനസിക പല അസ്വസ്ഥത മനുഷ്യനാണ്, പല ഘട്ടങ്ങളിലും പല അസ്വസ്ഥതകളൊക്കെ വരാം. ഇപ്പം നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ മൈൻഡിനും മനസ്സിനൊക്കെ പ്രത്യേക ഒരു എനർജി ലെവൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീസ് ലെവൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം. ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അവയവം ഹൃദയം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ, അതിൻ്റെ പേശികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിട്ട് ഓക്സിജനും രക്തവും എത്താനും നിങ്ങൾ കൂടുതൽ ചുറുചുറുക്കും എനർജി ലെവൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ബെറ്റർ ഡൈജഷൻ, ദഹന പ്രക്രിയ. ഇന്ന് നമ്മുടെ നാടുകളിൽ നല്ലൊരു പ്രശ്നമാണ് ദഹന പ്രക്രിയ, പുളിച്ചു തകട്ടിൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളും. ഇതൊന്ന് അന്ന് അമിതമായിട്ടുള്ള ഫുഡിങ്, ഒരു പാകത്തിന് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും നിങ്ങളെ ആയുസ്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇംപ്രൂവ് കോൺഫിഡൻസ്, നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മളെ ശരീരവും മനസ്സും നല്ല എനർജറ്റിക്കും നല്ല പവറായി മാറും. അപ്പോൾ ഈ എനർജറ്റിക് പവറായി മാറുമ്പോൾ നമ്മൾ അറിയാത്ത നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, അത് നടക്കാനും ഒരു സ്ഥലത്തേക്ക് സ്വന്തമായിട്ട് പോകാനും സ്റ്റെപ്പ് കയറാൻ ടോട്ടത്തിൽ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ അത് വർദ്ധിക്കും. പിന്നെ മറ്റൊന്നാണ് സ്ലോ ഏജിങ്. സ്ലോ ഏജിങ് ചില ആളുകളുണ്ട് പെട്ടെന്ന് വൃദ്ധരായിട്ട് മാറുന്ന ആളുകളുണ്ട്, പെട്ടെന്ന് വയസ്സ് തോന്നിക്കും. നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരു കൂട്ടം ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, അതിൽ 1-2 ആളുകൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത ആളുകളുണ്ട്, അവരെ നിങ്ങൾക്ക് കൂട്ടം തിരിച്ചറിയാൻ കഴിയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഡെയിലി എക്സസൈസ് ആളുകൾ ചെയ്യും, അവർക്ക് പ്രായക്കുറവ് ഫീൽ ചെയ്യും, നടത്തത്തൊക്കെ എനർജി, ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചെയ്യാം, അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് പ്രായക്കുറവ് തോന്നും. പിന്നെ മറ്റൊന്നാണ് ലൈവ് ലോങ്ങർ, ആയുസ് വർദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഡെയിലി ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ നാടുകളിലൊക്കെ ചില ആളുകളുണ്ടാവും, അതായത് പാകത്തിന് ഫുഡ് കഴിക്കുക, പല ജോലികളും എന്ത് ചെയ്യുക, കായികാധ്വാനം ചെയ്യുന്ന ജോലികൾ, അല്ലെങ്കിൽ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യും, ബോഡിക്ക് നല്ല എക്സസൈസ് ലഭിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല ആയുസ് കൂടാനും സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ അറിയിക്കുക. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.